മന്ത്രിയുടെ കുതന്ത്രങ്ങൾ നിങ്ങൾ വായിച്ചിട്ടില്ല? ട്വിസ്റ്റ് എന്ന് പറഞ്ഞ ട്വിസ്റ്റോടെ ട്വിസ്റ്റ്. അമ്മ ഞങ്ങളെ എന്താ കളിയാക്കുവാണോ? കളിയാക്കേ? ഇത് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാ കളിയാക്കലാവാ? ആശുപത്രി വെച്ചുള്ള കേക്ക് മുറിക്കൽ, ഇപ്പൊ ഇവിടെ മാലയിടലും മധുരം വിളമ്പലും, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? എന്തർത്ഥം? ഞങ്ങളുടെ വിവാഹ വാർഷികം ഞങ്ങൾ ആഘോഷിക്കുന്നു, അത്രേ ഉള്ളൂ. അച്ഛനെ ഇൻസൾട്ട് ചെയ്തതല്ലേ? അച്ഛൻ ആകെ വിഷമത്തില. ആണോ? അച്ചോടാ, അച്ഛന് ഫീൽ ചെയ്തോ? അച്ഛൻ കരുതുന്നത് അപർണ അമ്മയെ കൊണ്ട് ചെയ്യിക്കുന്നതെന്നാ. ഇത് ബോറാവുന്നുണ്ട്. ഇത് ബോറാകോ? എന്റെ പൊന്നു മക്കളെ, ഇതൊന്നും അല്ല ബോറാകല്. ബോറാകാൻ കേട്ടക്കുന്നതേ ഉള്ളൂ. ഓ, അത് ശരി. നിങ്ങൾ അച്ഛന്റെ ഗുണ്ടകളായിട്ട് വന്നിരിക്കുകയാണോ? അമ്മ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങള് ഇങ്ങനെ സംസാരിക്കുന്നത്? മക്കളെ, അമ്മ എങ്ങനെ സംസാരിക്കുന്നു എന്ന് അമ്മ തീരുമാനിക്കും. അമ്മ അനാവശ്യമായിട്ട് എന്തെങ്കിലും സംസാരിച്ചാലേ നിങ്ങൾക്കൊക്കെ ചോദിക്കാൻ അർഹതയുള്ളൂ. എന്തായാലും അച്ഛന് വിഷമാവുന്നൊന്നും ഇനി വേണ്ട. ഓ, അടിയൻ തമ്പുരാട്ടി പറയുന്നത് അനുസരിച്ചോളാമേ. അമ്മേ പ്ലീസ്, മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാവുന്ന രീതിയിൽ ഇങ്ങനെയൊന്നും പെരുമാറാതിരിക്കും. അടിപൊളി. നീ തന്നെ അത് പറയണം. പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞ് സ്വന്തം ഭാര്യയെ ഓട്ടിച്ചു വിട്ട ആളാ ഈ ഉപദേശിക്കാൻ വരുന്നത്. മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുതെന്ന്. ഞങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ബാലോട്ടൻ പറഞ്ഞത്. എല്ലാരും പോയി പണി നോക്കിനടാ. സാഗറിനോടും മീനാക്ഷിയോടും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സ്വന്തം കാര്യം നോക്കിയാ മതിയെന്ന്. എന്നെ ഉപദേശിക്കാൻ വരണ്ടാന്ന്. അല്ല, നിങ്ങളൊക്കെ ആരാ എന്നെ ഉപദേശിക്കാൻ? നിങ്ങളെ പറഞ്ഞേച്ചില്ലേ ആ മഹാനോട് പറ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നേരിട്ട് പറയാൻ. ദൂത് പറയാൻ വന്നിരിക്കുന്നു. സാഗര, മീനാക്ഷി, ബാലു, എഴുതി വെച്ചോ. ഞാനാണ് ശരിയെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. ചതിയും കള്ളത്തരം കൊണ്ട് ഒരാള് നിങ്ങളെ പറ്റിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ദിവസം വരും. എന്താ മോളെ, പുറത്ത് നിൽക്കുമായിരുന്നോ? ഇതെന്റെ ഭർത്താവിന്റെ ഓഫീസല്ലേ? എന്റെ ഭർത്താവ് എന്ന് വെച്ചാ മോളുടെ ആരാ? അമ്മാവൻ. കറക്റ്റ്, ഫാദർ ഇൻ ലോ. സ്വന്തം ഓഫീസിൽ വന്നിട്ടാണോ ഇങ്ങനെ പുറത്ത് നിന്ന് കളഞ്ഞത്? മോളൊന്നും ഇങ്ങോട്ടിരുന്നേ. മോക്ക് കുടിക്കാൻ കോഫിയാണോ ചായയാണോ? വേണ്ടമ്മേ, ഞാൻ കരിക്കേ കുടിക്കൂ. അത് ഞാൻ വരുന്ന വഴിക്ക് കുടിച്ചു. ഓ ഷോ, ഞാനതങ്ങ് മറന്നുപോയി. അമ്മേ, വെഡിങ് ആനിവേഴ്സറി അടിച്ചു പൊളിച്ചു നിറഞ്ഞു. അതെ മോളെ, പൊളിച്ചടക്കി. ആശുപത്രിയില് ഞങ്ങള് കേക്ക് മുറിച്ചു. കോളനിക്കാർ ഞങ്ങൾക്ക് മാലയിട്ടു. മൊത്തം ആഘോഷം. ഓ പ്ലീസ് പ്ലീസ് പ്ലീസ്. അയ്യോ അമ്മേ, മേഡം ആംഗ്രി ബേബിയായി. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ പരിഹസിക്കാന്ന് മനസ്സിലായി. അയ്യോ, ഇപ്പഴാ എനിക്ക് സമാധാനമായത്. നമ്മള് ബുദ്ധിമുട്ടി പരിഹസിച്ചിട്ട് അത് മനസ്സിലാകൂലേന്നായിരുന്നു എന്റെ പേടി. എന്തായാലും മനസ്സിലായല്ലോ, അപ്പൊ നമ്മള് വിജയിച്ചു. സുധാമണിക്ക് എന്നോടുള്ള ദേഷ്യവും സങ്കടമൊക്കെ എനിക്ക് ഊഹിക്കാൻ പറ്റും. അതുകൊണ്ടാ ഞാൻ കുറച്ചൊക്കെ ക്ഷമിച്ചത്. പക്ഷെ കൂടുതൽ വേണ്ട. ഞങ്ങളുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാ നിങ്ങൾ ഇവിടെ വന്നിരുന്ന ആളാകുന്നത്. കത്തിയെടുത്ത് കാണിച്ചപ്പോ ഞാനൊന്ന് പതറി. പക്ഷേ അത് കാണിച്ച് ഇനി എന്നെ വരട്ടാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. കത്തിക്ക് പകരം തോക്കായാലോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ചേച്ചിയെപ്പോലൊരു ഭൂലോക ഉടായിപ്പിനെ വെല്ലുവിളിക്കാൻ വരുമ്പോ വെറും കത്തി കൊണ്ട് മാത്രം വരുന്നു വിചാരിച്ചോ? കളിത്തോക്കല്ല, ഒറിജിനൽ ഐറ്റോ. ക്യാമ്പിലേക്ക് രണ്ടുപേരെയും കൂടി ഉൾപ്പെടുത്തണോന്ന് പറയാനാ വിളിച്ചേ.
അല്ല അതൊക്കെ ക്ലോസ് ചെയ്തു. ഇനി ക്യാമ്പിലേക്ക് പാർട്ടിസിപ്പന്റിനെ ഉൾക്കൊള്ളിക്കുന്നില്ല. ഇല്ല, ക്ലോസ് ചെയ്തിട്ടില്ല ആദർശേട്ടാ. അയ്യോ മോനെ, അങ്ങനെ പറയരുത്. ഞങ്ങള് രണ്ടുപേരുണ്ട്. രണ്ടുപേരും സ്ത്രീകളാ. സ്ത്രീകളാവുമ്പോ മോന് ഉറപ്പായിട്ടും എൻട്രി കൊടുക്കുമല്ലോ. നിങ്ങളെന്താ എന്നെ കളിയാക്കുവാണോ? ആരാ നിങ്ങള്? ആരാണെന്നോ? വലതുവശത്തേക്കൊന്ന് നേരെ തിരിഞ്ഞു നോക്കിയാ മതി, കാണാം. അമ്മേ, അപർണേച്ചി, എന്താ ഇത്? അയ്യോ അപ്പുമോളെ, ദേ നമ്മളെ മീനാക്ഷി. മീനുട്ടി, മോളിവിടെ നിക്കായിരുന്നോ? മോള് മൂന്നാറ് പോകുന്നുണ്ടോ? ദേ, വെറുതെ വഴക്കുണ്ടാക്കരുത്. അച്ഛനെ ഞങ്ങളെയൊന്നും ഇഷ്ടമല്ലെന്ന് അറിയാം. ഞങ്ങൾ എന്ത് കാര്യം ചെയ്താലും അതിൽ ഓരോ കുറ്റം കണ്ടുപിടിക്കുമെന്നും അറിയാം. ആഹാ, മോളിത് എന്തൊക്കെയാ പറയുന്നേ? മോള് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ കട്ട സപ്പോർട്ടാ ഞങ്ങള്. ഞങ്ങൾ ഒരു കാര്യേ പറയുന്നുള്ളൂ, ഞങ്ങളെയും കൂടി മൂന്നാറിന് കൊണ്ടുപോകണം. ആ, പറഞ്ഞ വിശ്വസിക്കില്ല ആദർശേ. സാമൂഹ്യ സേവനം എന്ന് വെച്ചാ ഞങ്ങള് ചാകും. രാവിലെ ഉണർന്നു കഴിഞ്ഞാ ആദ്യം ആലോചിക്കുന്നത് ഇന്നെന്ത് സാമൂഹ്യ സേവനം ചെയ്യാന്നാണ്. എന്നിട്ടേ നമ്മൾ ചായ പോലും കുടിക്കുള്ളൂ. എന്താ കളിയാക്കാണോ? മീനാക്ഷി, എന്താ ഇത്? അമ്മയോടും ചേച്ചിയോടും മാനിയോട് സംസാരിക്കാൻ പറ. ശരി അപ്പുമോളെ. ആദർശ് ആരുടെയോ കൊട്ടേഷൻ എടുത്തിട്ട് വന്നതാണെന്ന് അപർണേച്ചിയുടെ മനസ്സിൽ എന്താണെന്ന് ഓർക്കറിയാം. ചേച്ചിയും ബാലുവേട്ടനും വഴക്കിട്ടുപോയി. ഇപ്പതേ കുടുംബാണെങ്കിൽ കുഴഞ്ഞു മറിഞ്ഞു. അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ കുടുംബജീവിതം കൂടെ എന്തിനാ തൊലയ്ക്കുന്നേ? അതെ, അത് തന്നെ അപർണേച്ചിയുടെ മനസ്സിലിരിപ്പ്. ചുമ്മാ അതല്ല അച്ഛന് ഡിവോഴ്സ് വേണമെന്ന് പറയുന്നത്. അതെ, എന്റെ അവസ്ഥ ഇപ്പൊ മക്കൾക്ക് മനസ്സിലായി തുടങ്ങിയല്ലോ. അത് മതി. മോളെ ഫോണിയൊന്ന് അച്ഛൻ ആദർശനെ വിളിക്കാം. എന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറയാം. അല്ല, പുള്ളിയെ ഇപ്പോ വിളിക്കണോ? വിളിക്കണം. അച്ഛൻ സംസാരിക്കട്ടെ. അല്ലെങ്കിലേ നമ്മളൊക്കെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പാർട്ടികളാണെന്ന് വിചാരിക്കും. മോൾ ഡയൽ ചെയ്താ ഫോണിയൊന്ന്, ഞാൻ സംസാരിക്കാം. അവന്റെ കാര്യത്തിന് ഞാനൊരു കൊട്ടേഷൻ കൊടുക്കാൻ പോവാ. ഉറപ്പിച്ചങ്ങളെ, അവൻ ഇനി ജീവിക്കണ്ട. അവൻ മരിച്ചിട്ടും അവൾ എന്നെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അവളും ജീവിക്കണ്ട. ഞാൻ ഉറപ്പിച്ചങ്ങളെ. ഒരു ആത്മഹത്യ എന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഭാര്യ പിണങ്ങിപ്പോയതിന്റെ ദുഃഖത്തിൽ ഭർത്താവ് ആത്മഹത്യ ചെയ്തു. അങ്ങനെയായിരിക്കും വാർത്ത വരുന്നത്. കിരണേ, കൃത്യമായ ആൾക്കാരെ മാത്രമേ ഏർപ്പാടാക്കാവൂ. അതൊക്കെ എനിക്ക് അറിയാമെങ്കിലേ. നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന വാർത്ത അടുത്ത ആഴ്ച തന്നെ കേൾക്കാം. ബാലുവിനൊന്ന് വിളിച്ചാലോ? അയ്യോടാ, രേണുകാ മാഡത്തെ പോലൊരു മാഡം കോളനിയിലേക്ക് വരികയെന്ന് വെച്ചാ, അയ്യോ അതെനിക്കൊരു വലിയ സങ്കടമാ. മാഡം വേറെ ലെവലല്ലേ മാഡം. ഞാൻ അങ്ങോട്ട് വരാം മാഡം. എന്ന് വേണമെന്ന് മാഡം പറഞ്ഞാ മതി. ഞാൻ വരാം മാഡം. സത്യത്തിൽ അന്ന് മാഡത്തിന് കണ്ടതിന് ശേഷം ഒരു വരവ് കൂടി വരണമെന്ന് കരുതിയതാണ് മാഡം. വരാൻ പറ്റിയില്ല മാഡം. ഇത്തവണ എന്തായാലും വരാം മാഡം. സുധാമണി എന്നെ പരിഹസിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അതെന്താ രേണുക അങ്ങനെ പറയുന്നത്? ഞാൻ രേണുകയെ പരിഹസിക്കൂ? രേണുക എന്ന് വെച്ച ആരാ? എന്റെ ഭർത്താവിന്റെ ഭാര്യയല്ലേ? അങ്ങനെ വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ഭവതിയെ
കളിയാക്കോ? ഏയ്, ഒരിക്കലുമില്ല. എന്ന് വരണോന്ന് പറഞ്ഞാ മതി. സുധാമണി റെഡി. നാളെ കാണാമോ? രേണുക മാഡം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നാളെ നമ്മൾ കണ്ടിരിക്കും. ഇത് സുധാമണിയുടെ വാക്ക. 50 കോടിയോ? അത് ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചിട്ട് വിളിക്കാം. ഏയ്, കാശിങ് തന്നെ. കൊള്ളാം. സ്നേഹത്തോടെ കാശ് വന്നിട്ട് അത് തിരിച്ചു തരാനോ? അതങ്ങ് പള്ളി പോയി പറഞ്ഞ. സുധാമണി, എന്താ വരട്ടെ കാണാം? ഒച്ചയെടുക്കലൊക്കെ നിന്റെ മൂർത്തിയണ്ണനോട് മതി. ഈ സുധാമണി ആള് വേറെയാ മോളെ. നിന്റെ കാശിലങ്ങ് വീണു പോന്ന് കരുതിയോ? ഇപ്പൊ തോന്നുന്നുണ്ടാവും എന്നെ അങ്ങ് തീർത്ത് കളയാമെന്ന്. അതും നടക്കാത്ത കാര്യാ മോളെ. നിങ്ങളുടെ സകലമാന ഉഡായ്പകളും ഞാൻ രേഖയാക്കി ദേ എന്റെ മോളെ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ച അടുത്ത ദിവസം ആ രഹസ്യങ്ങളെല്ലാം പരസ്യമാവും. അതോടെ രണ്ടു അഴിക്കുള്ളിലാവും. കളിക്കുമ്പളേ ആളറിഞ്ഞു വേണം കളിക്കാൻ. എന്നാ നടക്ക്. മോളെ, അമ്മ, ബാലു വീട്ടിലുണ്ടോ? എന്താ മോളെ, എന്താ ചോദിച്ചേ? അല്ല, ബാലുവിനെ ഓഫീസിൽ കണ്ടിട്ട് 2 ദിവസമായി. അപ്പൊ ഒന്ന് വിളിച്ചതാ. ഇതിലും വലിയൊരു സന്തോഷം എനിക്ക് വേറെ എന്ത് കിട്ടാനാ മോളെ. എന്റെ മനസ്സ് നിറഞ്ഞു തുളുമ്പാ മോളെ. അയ്യോ അമ്മ, ബാലുവിനെ ഞാൻ പിന്നെ കണ്ടില്ല. അപ്പോ വെറുതെ ഒന്ന് ചോദിച്ചതാ. വെറുതെ ചോദിച്ചാണെങ്കിലും കാര്യമായിട്ട് ചോദിച്ചാണെങ്കിലും എനിക്ക് സന്തോഷായി മോളെ. ഞാൻ തുള്ളിച്ചാടാൻ പോവാ. അമ്മ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. ബാലു അവിടെ ഉണ്ടോ? മമ്മി, ഫോൺ താ മമ്മി. ഹലോ ഹലോ മോളെ. മമ്മി, മോളല്ല, ഞാൻ അമ്മയാ, യാമിനി. ബാലുവിനെ കൊണ്ട് എത്രയും പെട്ടെന്ന് മറ്റൊരു വിവാഹം കഴിപ്പിക്കാം. അപർണയെ നിങ്ങളുടെ മരുമകളായിട്ട് കിട്ടുമെന്ന് ഇനി സ്വപ്നത്തിലും കരുതണ്ട. അപർണയ്ക്ക് ഞങ്ങൾ വേറെ കല്യാണം നോക്കുക. കല്യാണാലോചന നോക്കുന്നതിൽ എന്താ കുഴപ്പം? നോക്കിക്കോളൂ. കെട്ടേണ്ടത് അപർണയല്ലേ? അപർണയെ എനിക്കറിയാം. അപർണ ബാലുവിനുള്ളതാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോ അറിഞ്ഞൂടായിരിക്കും. പക്ഷേ ദൈവത്തിന് നന്നായിട്ട് അറിയാം. ഓ പിന്നെ, ദൈവത്തിന് കല്യാണം നോക്കലല്ലേ പണി. ഹലോ, ഞാനേ അവളുടെ അച്ചമ്മയാ. ഞങ്ങളുടെ കുടുംബത്തിന്റെ 7 അയലത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കില്ല. എന്താ അച്ഛമ്മ ഇത്? ഈ പെണ്ണ്. അമ്മ, സോറി അമ്മ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി മോളെ. എന്താ മമ്മി, എന്തിനാ ഇങ്ങനെ ചെയ്തേ? നിന്റെ ഫോൺ പിടിച്ചു വാങ്ങിയതോ? നീ ഇനിയും വഴിതെറ്റി പോകാതിരിക്കാൻ, ഇനിയും ഗതികേട് പിടിച്ചൊരു ജീവിതത്തിലേക്ക് ചെന്ന് വീഴാതിരിക്കാൻ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, അപ്പോ നിന്നെ തിരിച്ച് അങ്ങോട്ട് വിടാൻ പോകുന്നില്ല. നീ കൊച്ചിനെ വഴക്ക് പറയാതെ. മോളെ, അച്ഛമ്മ ഒരു കാര്യം പറയട്ടെ. അച്ഛമ്മ, കല്യാണ കാര്യമാണെങ്കിൽ പറയണമെന്നില്ല. മോളെ അപ്പു, മമ്മിയെ ദേഷ്യം പിടിപ്പിക്കരുത് നീ. ഞങ്ങൾ അത് തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി നീ ഒരിക്കലും അങ്ങോട്ട് പോകില്ല. ഇനി അഥവാ പോയാൽ എന്നെ നീ പിന്നെ ജീവനോടെ കാണില്ല. മോളെ, അവള് പറയുന്നത് കേട്ടോ? അവള് പറഞ്ഞാ പറയുന്നത് പോലെ ചെയ്യുന്നവളാ. ഇനി നീ ചിന്തിക്കും. നീ എന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്തത് ഞാനാ. ആന്റിയോടും അങ്കിളിനോടൊക്കെ ഞാനത് പറയുകയും ചെയ്തു. ദേ, ഈ കൈ കൊണ്ട് നിന്നെ ഞാൻ തല്ലി. സത്യം പറഞ്ഞ ഞാൻ ഈ കൈ മുറിച്ചെറിയണമെന്നാ ഇടയ്ക്ക് ചിന്തിച്ചത്. അപ്പുവിനെ പോലൊരു പരിശുദ്ധിയുള്ള പെൺകുട്ടിയെ വെറുതെ ഞാൻ... വേണ്ട, കഴിഞ്ഞതൊന്നും പറയണ്ട. എനിക്കെന്റെ ബാലുവിനെ കിട്ടിയല്ലോ, അത് മതി. അമ്മി, അച്ഛമ്മ,
സന്ദീപ് അങ്കിൾ, എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എന്റെ ബാലുവിനെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. ഇനി ബാലുവിനെ വിട്ട് ഞാൻ ഒരിടത്തും പോവില്ല. എന്റെ ബാലുവിനെ വിട്ട് ഞാൻ ഒരിടത്തും പോവില്ല. ബാലു എന്നെ സംശയിച്ചത് സ്നേഹ കൂടുതലുണ്ട്. ഞാൻ മാത്രമായിരുന്നു ബാലുവിന്റെ ലോകം. കിരണിനെ കുറിച്ച് ബാലു പറഞ്ഞത് സത്യമാണെന്ന് തോന്നുന്നു. ബാലു ഇപ്പൊ എവിടെയാ? എങ്ങനെയൊന്ന് കാണുന്നേ? ഹലോ, ഇത് അപർണ എന്ന് പറയുന്ന ആളാണോ? അതെ. ഞാൻ KG ഹോസ്പിറ്റലിൽ നിന്നാ, ഡോക്ടർ ഷമീർ. എന്താ ഡോക്ടർ? അല്ല, ഒരു മിസ്റ്റർ ബാലു, അത് അപർണയുടെ എന്റെ ഹസ്ബൻഡാണ്. എന്താ ഡോക്ടർ? ബാലുവിടെ അഡ്മിറ്റ് ആണ്. എന്റെ ജീവിതത്തിലെ കുറെ വർഷങ്ങള് നിങ്ങൾ കാരണം നഷ്ടപ്പെട്ടു. അതിലൊരു 10 വർഷം തിരിച്ചെന്നാ മതി. ഞാൻ ഹാപ്പിയാ. 10 വർഷം തിരിച്ചു തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോട്ടെ, 5 വർഷം മതി. വേണ്ട, 1 വർഷം, 1 മാസം, ഒരാഴ്ച പറ്റുമോ? 1 ദിവസം തിരിച്ചു തരാൻ പറ്റുമോ? പറ്റൂല അല്ലേ? സുധാമണി, പ്രാക്ടിക്കലായ കാര്യങ്ങൾ സംസാരിക്കാനാ ഞാൻ വന്നത്. നടക്കാത്ത കാര്യങ്ങൾ സംസാരിച്ച് ജയിക്കാൻ നോക്കാതെ. മരിക്കാനുള്ള പേടി മാറിക്കഴിഞ്ഞാ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമേ ഇല്ലല്ലോ. എനിക്കിപ്പോ മരണഭയമില്ല. മക്കളെ കുറിച്ച് ആലോചിക്കണ്ട, ഭർത്താവിനെ കുറിച്ച് ഓർക്കണ്ട, സർവതന്ത്ര സ്വതന്ത്ര. ഇതൊന്നും സംസാരിക്കാനല്ല ഞാൻ വന്നത്. എനിക്കാണെങ്കിൽ ഇതല്ലാതെ വേറൊന്നും സംസാരിക്കാനില്ല താൻ. നമ്മൾ രണ്ടുപേർക്കും ഇനി ഒന്നിച്ചു പോകാൻ പ്രയാസമാണെന്നറിയാം. അപ്പോൾ പിന്നെ നിയമപരമായി പിരിഞ്ഞൂടെ? എനിക്ക് പിരിയാൻ ഒരാഗ്രഹവും ഇല്ല. എന്തായാലും കല്യാണം കഴിച്ചതല്ലേ, ഇനി കണ്ണടയുന്നവരെ ഇങ്ങനെ അങ്ങ് കഴിയാം. എന്റെ കാര്യങ്ങളൊക്കെ നിനക്ക് വ്യക്തമായി അറിയാം. അതൊക്കെ അറിഞ്ഞു വെച്ചിട്ടല്ലേ നീ എന്നെ ഇങ്ങനെ കുരങ്ങു കളിപ്പിക്കുന്നേ? അത് സത്യ. യഥാർത്ഥ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാ ഇങ്ങനെ ഞാൻ തീരുമാനിച്ചത് തന്നെ. യഥാർത്ഥ കാര്യങ്ങൾ അറിഞ്ഞ് എന്നെ കുറെ കുരങ്ങ് കളിപ്പിച്ചതല്ലേ. അതൊക്കെ തിരിച്ചങ്ങോട്ട് കാണിക്കാതെ കണ്ണടച്ചാ എന്റെ ആത്മാവിന് മോക്ഷം കിട്ടൂല. സുധാമണി, എനിക്ക് ഡിവോഴ്സ് വേണം. കിട്ടിയേ പറ്റൂ. പറയുന്നത് കേട്ടാ ഡിവോഴ്സ് എന്ന് പറയുന്നത് കടയിൽ വിൽക്കാൻ തൂക്കിയിട്ടിരിക്കുന്ന പോലെ ആണല്ലോ. ഡിവോഴ്സിന് വേണ്ടിയാണ് ഈ കോളനിയിൽ താമസിക്കുന്നതെങ്കിൽ ആ താമസം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അമ്മച്ചിയാണ് സത്യം. ഞാൻ തരാൻ പോണില്ല. സുധാമണി, കണ്ടോ കണ്ടോ, പൂച്ചയെപ്പോലെ മ്യാവൂ മ്യാവൂ എന്നും പറഞ്ഞ് വന്നു, കാര്യം നടക്കില്ലെന്ന് തോന്നിയപ്പോ ഗർജിക്കുന്നു. എന്റെ ജീവിതം തകർത്ത കൊടും ദുഷ്ട. പുതിയ അഭിനയമായിട്ട് വന്നിരിക്കണല്ലേ. തന്റെ അഭിനയൊന്നും ഇവിടെ നടക്കൂല. ബാലു, ആരാ? ബാലു, ഞാനാ അപ്പു. അപർണ, ഒന്ന് വിളിക്ക് ബാലു. എനിക്ക് മനസ്സിലായില്ല. അല്ല, നിങ്ങളൊക്കെ ആരാ? ബാലുവിന്റെ ഭാര്യ തിരിച്ചറിയാൻ പറ്റുന്നില്ലേ? ബാലുവിന്റെ അപ്പുവാ. എനിക്കറിയില്ല. നിങ്ങളൊന്ന് പുറത്തേക്ക് പോവാമോ? ഇനി വരാലോ. നീ വന്നേ. മോളെ. വാ. വാടി. ഞാൻ വരുന്നില്ല. ബാലുവിന്റെ അസുഖം ഭേദമായെന്ന് തിരിച്ചറിഞ്ഞാലേ ഞാൻ പോവും. അതുവരെ ഞാൻ ഇവിടെ തന്നെയാ. ഞാൻ എങ്ങോട്ടുമില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഏയ്, പ്ലീസ് ഗെറ്റ് ഔട്ട്.
അച്ഛമ്മേ, മമ്മി, അച്ഛമ്മേ, ഞാൻ വന്നോളാം. ബാലുവിന്റെ അസുഖം ഒന്ന് ഭേദായിക്കോട്ടെ, എന്നിട്ട് ഞാൻ വരാം. എന്നിട്ടേ ഞാൻ വരൂ. മോനെ, ആരാ ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. അമ്മ, ബാലുവിന് ഒന്നും ഓർമ്മയില്ല. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുപോയി. മോനെ, അമ്മയെ മനസ്സിലായില്ലേ? എടാ, നിന്റെ അമ്മയാടാ. നിനക്കെന്നെ അറിയില്ല മോനെ. ആരാ? മോനെ, എന്റെ കൈ പിടിച്ച് തൂങ്ങി നടന്നത്, എന്നോട് കുറുമ്പ് കാണിച്ചത്, എന്നോട് വാശി പിടിച്ചത്, എടാ എനിക്കൊന്നും ഓർമ്മയില്ലടാ. പറ, എന്റെ അമ്മ മോനെ, എന്റെ സ്വന്തം അമ്മ. ആരാണ്? അയ്യോ, അമ്മ കരാതെ. ഇത് കണ്ടിട്ട് എങ്ങനെയാ മോളെ ഞാൻ കരയാണ്ടിരിക്കുക? ഞാനും കരഞ്ഞതാ അമ്മ. കണ്ണീരിന്റെ അവസാനം ഞാൻ തീരുമാനിച്ചു, ബാലുവിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. നമുക്ക് ബാലുവിനെ മടക്കി കൊണ്ടുവരാം അമ്മ. വാ, ഇരിക്കെ. ബാലുവിന് എങ്ങനെയുണ്ടമ്മേ? കൊള്ളാം. ബാലുവിനെ നമ്മൾ മിടുക്കനാക്കി എടുക്കൂലേ? ആ, മീനാക്ഷി ചേച്ചി മറന്നോ? എനിക്ക് ബാലുവേട്ടനെ കൊണ്ടുപോകണം. അയ്യോ, ആണോ? അതറിഞ്ഞില്ലായിരുന്നു. ശരി, കൊണ്ടുപോയേട്ടെ. ഏട്ടാ വന്നേ, നമുക്ക് അങ്ങോട്ട് പോവാം. അച്ഛൻ അന്വേഷിച്ചു. വാ ഏട്ടാ. മീനാക്ഷി, ബാലു അമ്മയുടെ അടുത്ത് നിൽക്കട്ടെ. ബാലുവേട്ടന്റെ കാര്യം ഞങ്ങൾ തീരുമാനിച്ചോളാം. അപർണേച്ചി അതിൽ ബുദ്ധിമുട്ടണ്ട. എന്താ നീ പറഞ്ഞത്? ബാലുവിന്റെ കാര്യം ഞങ്ങൾ തീരുമാനിക്കട്ടെ എന്നോ? ബാലുവിന്റെ കാര്യം തീരുമാനിക്കേണ്ടതേ അപർണ മോളാ. നിയമപരമായി ബാലുവിന്റെ എല്ലാ കാര്യങ്ങൾക്കും അവകാശി അപ്പുമോളാ. ദേ, അപ്പു കഴിഞ്ഞാ പിന്നെ ഞാനും. ഏട്ടന്റെ അവകാശം പറഞ്ഞ് അച്ഛൻ പറഞ്ഞയച്ചതായിരിക്കും അല്ലേ? ഡേ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങ. എന്താടി നീ എന്നെ വരട്ടെ നോക്കാണോ? ഇതേ എന്റെ വീടാ. എന്നോട് മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലേ ചവിട്ടി കൂട്ടും. പറഞ്ഞേക്കാം, ഇറങ്ങിക്കോ ഇവിടുന്ന്. അമ്മ കരയല്ലേ, പോട്ടെ. ഒരു നിമിഷം നിയന്ത്രണം വിട്ട് വിതുമ്പിപ്പോയതാ. എന്റെ കരച്ചിൽ അവസാനിച്ചു. എന്റെ ബാലുവിന് വേണ്ടി ഞാൻ കരച്ചിലൊക്കെ അവസാനിപ്പിച്ചു. ഇല്ല, ഇനി ഞാൻ കരയില്ല. അമ്മ ധൈര്യമായിട്ടിരിക്ക. ഞാൻ പറഞ്ഞില്ലേ, ഇനി എല്ലാ കാര്യത്തിലും നമ്മൾ ഒന്നിച്ച. അമ്മ, ഞാൻ ഇറങ്ങട്ടെ. മോള് പോവുകയാണോ? അല്ല, ഒക്കെ മോളുടെ ഇഷ്ടം. എനിക്ക് നിർബന്ധിക്കാൻ കഴിയില്ലല്ലോ. എന്നാലും
ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോവാ. തിരിച്ചു പോണു മോളെ. പോണോ അമ്മേ, തിരിച്ചു പോണോ? ഞാൻ ഇപ്പൊ വരുന്നത് ബാലുവിന്റെ ഈ അവസ്ഥയില് ഞാനും ഒരുമിച്ച് വേണമെന്നുള്ളോണ്ടാ. ബാലുവിന്റെ ആരോഗ്യം തിരിച്ചിട്ടിയാ പിന്നീട് എന്താണെന്ന് എനിക്ക് അറിയില്ലമ്മേ. ഇപ്പൊ ഞാൻ തിരിച്ചു പോവാ. ബാലു, അപർണയെ സമ്മതിച്ചിരിക്കുന്നു. ഓഫീസ് ടൈം കഴിഞ്ഞു, എല്ലാ സ്റ്റാഫും പോയി. പക്ഷേ അപർണ ഓഫീസ് വർക്കുമായിട്ട് ഇവിടെ ഇരിക്കുന്നു. ഗ്രേറ്റ്. അല്ല സർ, എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലികൾ ഇന്നത്തോടെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതെന്താ ഇത്രയ്ക്ക് ധൃതി വെച്ച് തീർക്കുന്നത്? ഞാൻ റിസൈൻ ചെയ്യണം സർ. എന്റെ രാജിക്കത്ത, ഞാൻ ഈ ജോലി വിടുക. ഇതെന്താ അപർണ പെട്ടെന്നൊരു റെസിഗ്നേഷൻ? ഞാൻ കല്യാണക്കാര്യം പറഞ്ഞതുകൊണ്ടാണോ? ഞാൻ മറച്ചു വെക്കുന്നില്ല സർ, അതുകൊണ്ട് തന്നെയാ ഞാൻ ജോലി വിടുന്നത്. ഇവിടെ ഇപ്പൊ മണ്ടനായത് ഞാനാ. എന്താ സർ? കോടികൾ മുടക്കി ഈ ഓഫീസ് വാങ്ങിയതും നിന്നെ ഇവിടെ സിഇഒ ആക്കിയതും ഒരു പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടി തന്നെയാ. നിന്നെ എന്റെ ഭാര്യയാക്കുക. അതിനുവേണ്ടി തന്നെയാ ഞാൻ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. അല്ലാതെ ഇത്രയും ശമ്പളവും തന്ന് നിന്നെ സിഇഒ ആക്കിയത് എനിക്ക് പുണ്യം കിട്ടാനെന്ന് കരുതിയോ? പോവാൻ വരട്ടെ. സർ പ്ലീസ്, വഴിന്ന് മാറ്, എനിക്ക് പോണം. അങ്ങനെ അങ്ങ് പോവാന്ന് കരുതിയോ? എന്നെ വിവാഹം കഴിക്കാവുന്ന സമ്മതിച്ചിട്ട് മതി ഇവിടുന്ന് പോകുന്നത്. അച്ഛൻ ഇവിടെ വന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അമ്മ സമ്മതിച്ചില്ല. അതുകൊണ്ടാ ഇപ്പൊ ഞങ്ങളെ അയച്ചത്. കാര്യം എന്താന്ന് പറ. അച്ഛന് ഡിവോഴ്സ് വേണം. എത്ര കിലോ വേണം? എന്താമേ? അല്ല, ഡിവോഴ്സ് എത്ര കിലോ വേണമെന്ന് ചോദിച്ചതാ. കടയില് സാധനം വാങ്ങും പോലെയല്ലേ ചോദിച്ചത്. ഒരു 2 കിലോ എടുക്കട്ടെ? ഞങ്ങൾ തമാശ പറയാൻ വേണ്ടി വന്നതല്ല. അച്ഛനാകെ വിഷമത്തില. അച്ഛനുമായി യോജിച്ചു പോവാൻ അമ്മയ്ക്കും പറ്റുന്നില്ല. മക്കളെന്ന നിലയ്ക്ക് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ ഞങ്ങൾക്ക് വിഷമമുണ്ട്. പക്ഷേ വഴക്കും ബഹളമൊക്കെ ആവുമ്പോ ഞങ്ങൾക്ക് ഇടപെടാതെ പറ്റില്ലല്ലോ. അതെ, തീരെ ശരിയല്ലാത്ത കാര്യമാ ഞങ്ങൾ പറയുന്നത്. പക്ഷേ നിവർത്തിയില്ല. ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം തരാം. ശരിയല്ല എന്ന് തോന്നുന്ന കാര്യം തല പോയാലും പറയരുത്. എന്തായി? ബാലു സാഗറും ഒക്കെ സംസാരിക്കാൻ പോകുന്നു പറഞ്ഞിട്ട് അവര് സമ്മതിച്ചോ? അതൊക്കെ പറയാം. എനിക്ക് നിന്നെ നേരിട്ട് കാണണം. പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കാര്യം പറ മൂർത്തിയേട്ടാ, എന്താ സംഭവിച്ചേ? പിള്ളേര് സംസാരിക്കാൻ പോയിട്ട് എന്തു പറഞ്ഞു? കാര്യങ്ങൾ അല്പം സീരിയസാ. എന്നുവെച്ചാ? അവളുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവള് പിന്നെ എന്തിനാ വച്ചേക്കുന്നത്? പ്രതീക്ഷയൊക്കെ തെറ്റുകയാണല്ലോ. അങ്ങനെ തെറ്റുകയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കോടതിയിൽ പോവും. അവളുടെ പിള്ളേർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. എന്തായാലും ഇന്ന് രാത്രി നീ ഇങ്ങോട്ട് വരണം. ശരി, ഞാൻ വരാം. മൂർത്തിയേട്ടൻ ഒപ്പിടാനുള്ള ഫയലുകളും കൂടി കൊണ്ടുവരാം. ശരി. ഹലോ മോളെ. അമ്മേ, അമ്മ എവിടെയാ? ഞാൻ വീട്ടിലാ മോളെ. എന്താ കാര്യം? എനിക്ക് അത്യാവശ്യമായിട്ട് അമ്മയൊന്ന് കാണണം. ശരി മോളെ, ഞാനൊന്ന് വേഷം മാറേണ്ട താമസം. ഇപ്പൊ തന്നെ വരാം. എന്താ മോളെ, എന്താ അത്യാവശ്യമായിട്ട് കാണണോന്ന് പറഞ്ഞത്? ബാലു പറഞ്ഞത് ശരിയായിരുന്നമ്മേ. ആ കിരൺ, അവൻ ഒരു ദുഷ്ടനാ. എന്താ മോളെ, എന്താ പറ്റിയേ? ഞാൻ റിസൈൻ ചെയ്യണം സർ. കോടികൾ മുടക്കി ഈ ഓഫീസ് വാങ്ങിയതും നിന്നെ ഇവിടെ സിഇഒ ആക്കിയതും ഒരു പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടി തന്നെയാ.
സർ പ്ലീസ് വഴിന്ന് മാറ്, എനിക്ക് പോണം. അങ്ങനെ അങ്ങ് പോവാന്ന് കരുതിയോ? എന്നെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചിട്ട് മതി ഇവിടുന്ന് പോകുന്നത്. മോളെ, അവനെ വിളിക്ക്. അവനെ ഒന്ന് കാണണമെന്ന് പറ. എന്റെ മോളെ അപമാനിച്ചവനെ എനിക്ക് കാണണം. വിളിക്കവനെ. ആ അതാ ഭാര്യ. നമ്മളെയും നമ്മുടെ അമ്മയും തമ്മിൽ അകറ്റി നമ്മുടെ കുടുംബം ഇല്ലാതാക്കിയവൾ. ദുഷ്ട. ആ ഡൈവേഴ്സിന്റെ കാര്യം എന്താ ഏട്ടാ? എത്രയും പെട്ടെന്ന് തന്നെ അത് വാങ്ങിയെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ പ്ലാനൊക്കെ തകരും. ആ പിള്ളേരെ ഞാൻ കൂടെ നിർത്തിയത് തന്നെ ഇതിനു വേണ്ടിയിട്ട്. അല്ലാതെ എനിക്ക് തലയ്ക്ക് ഓളം ഉണ്ടോ ആ മൂന്നിനെയും ചുമന്നോടെ നടക്കാൻ? എന്നെ അങ്ങ് അച്ഛാന്ന് പറഞ്ഞ് തലയെ കയറ്റി നടക്കുക. കാര്യം നടന്നു കഴിഞ്ഞാ മൂന്നിനെ ഞാൻ ചവിട്ടിക്കളയും. ഒരാഴ്ചക്കുള്ളിൽ അവളെ കൊന്നിട്ടായാലും ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. അല്ലെങ്കിൽ ആ പിള്ളേരെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തും. അതിലവൾ വീഴും. മുമ്പും നിങ്ങളെ ഏറ്റവും ശക്തിയില്ലാത്ത ശത്രുവായിട്ടേ ഞാൻ കരുതിയിട്ടുള്ളൂ. നിങ്ങൾ ചിലപ്പോ അഭിനയിക്കുകയായിരിക്കും രക്ഷപ്പെടാൻ വേണ്ടിട്ട്. എന്നാലും സാരമില്ല, അതറിഞ്ഞോണ്ട് തന്നെ ഞാൻ മാപ്പ് തരുന്നു. ഇങ്ങനൊരു ദിവസം വരുമ്പോ തരാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്നതാ ഞാൻ ഒപ്പിട്ട വിവാഹമോചന പത്രം. പിടിക്ക്. ഇനി ഞങ്ങളുടെ കൺമുന്നിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് പൊയ്ക്കോ. പോ. ക്ഷമിക്കാനാകാത്ത തെറ്റ് ചെയ്തിട്ട് അതിന് മാപ്പ് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ സുധാമണിയോട് മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരുടെയും കാലിൽ തൊട്ട് മാപ്പ് പറയുക. എടാ, അപ്പൊ രാവിലെ ഇങ്ങോട്ട് വരുന്ന കാര്യം ഞങ്ങളെ അറിയിച്ചിരുന്നു. ഞങ്ങളൊരു സസ്പെൻസ് ഇട്ടതാ. അപ്പൂന്റെ അമ്മയും അച്ഛനും അച്ഛമ്മയും എല്ലാരും വിളിച്ചിരുന്നു. പൂർണ്ണ മനസ്സോടെയാ അവര് അപ്പൂനെ ഇങ്ങോട്ടേക്ക് അയച്ചത്. കിരണിന്റെ കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലായി. ആ പിന്നെ എന്നെ കുറിച്ച് പറഞ്ഞതൊക്കെ ഞാൻ പുറത്തുനിന്ന് കേട്ടു. ഇതിൽ റെക്കോർഡും ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞ വന്നു കേറി ചെകിട്ടത്തൊന്ന് തരണമെന്ന് കരുതിയതാ. ചേച്ചി വരാൻ വൈകിയിരുന്നെങ്കിലേ ടെൻഷൻ കൂട്ടിയിട്ട് ഏട്ടൻ ആശുപത്രി കൊണ്ടുപോണ്ടി വന്നേനെ. ആണോ?